Chapter 6 deal ചെയ്യുന്നത് social responsibilities of business and business ethics. Business is an integral part of our society, so it must fulfill social responsibility. It can't exist without the support of society. Business എന്ന് പറയുന്നത് ഇന്നത്തെ കാലത്തെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പാർട്ടാണ്. സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഫുൾഫിൽ ചെയ്യുക എന്നുള്ളത് ബിസിനസ്സിൻ്റെ വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് റെസ്പോൺസിബിലിറ്റിയാണ്. സൊസൈറ്റി ഇല്ലാതെ ബിസിനസ്സിന് എക്സിസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. സോ ഇറ്റ് ഈസ് ദ ഒബ്ലിഗേറ്ററി on the part of the business enterprises not to do anything that is undesirable from the society's point of view. ഒരു സാമൂഹികപരമായിട്ട് നടത്തുന്ന ഒരു ആക്ടിവിറ്റി ആണ് ബിസിനസ് എന്ന് പറയുന്നത്. ഒരിക്കലും ബിസിനസ്സിന് സൊസൈറ്റിയുടെ വ്യൂവിന് എഗനിസ്റ്റ് ആയിട്ട് ഒന്നും ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. പലതരത്തിലുള്ള ആക്ടിവിറ്റീസുകൾ ഒരു ബിസിനസ്സിന്റെ ഭാഗമായിട്ടൊരു സമൂഹത്തിൽ നടക്കുമ്പോൾ ആ സമൂഹത്തിന് ഉതകുന്ന രീതിയിൽ മാത്രമേ ആ ആക്ടിവിറ്റീസ് നടത്താവൂ എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പാർട്ടാണ്. മാനുഫാക്ചറിങ് ആൻഡ് സെയിൽസ് ഓഫ് അഡൾട്ടേർഡ് ഗുഡ്സ്, അവോയ്ഡിങ് പേയ്മെന്റ് ഓഫ് ടാക്സ്, പൊല്യൂഷൻ, എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് വർക്കേഴ്സ്, ഇതൊക്കെ സോഷ്യൽ ആക്ടിവിറ്റീസിന് എഗനിസ്റ്റ് ആയിട്ടുള്ള പരിപാടികളാണ്. നമ്മൾ ടാക്സ് അടയ്ക്കാതിരിക്കുക, ഗവൺമെന്റിനെതിരായിട്ട് പ്രവർത്തിക്കുക, ആളുകളെ എക്സ്പ്ലോയിറ്റ് ചെയ്യുക, റിസോഴ്സസുകൾ എക്സ്പ്ലോയിറ്റ് ചെയ്യുക, ഇതൊക്കെ നമ്മുടെ ആന്റി സോഷ്യൽ ആക്ടിവിറ്റീസ് ആണ്. ഇതൊന്നും നമ്മുടെ എത്തിക്സിന് ചേരുന്ന പരിപാടിയല്ല. ഓൺ ദ അതർ ഹാൻഡ്, supplying good quality goods at reasonable price, create healthy environment, paying tax, providing good working conditions, completing social commitments, ഇത്തരത്തിൽ പല രീതിയിൽ ബിസിനസ്സിന് നന്മകൾ ചെയ്യാനായിട്ട് സാധിക്കും. നല്ല ഗുഡ്സും ക്വാളിറ്റിയുള്ള സാധനങ്ങളും കൊടുക്കുക, ഹെൽത്തി എൻവയൺമെന്റ് ആക്കി കൊടുക്കുക, ടാക്സ് പ്രോപ്പറായിട്ട് പേ ചെയ്യുക, നല്ല വർക്കിംഗ് കണ്ടീഷൻസ് എംപ്ലോയീസിന് കൊടുക്കുക, ഇവയൊക്കെ സോഷ്യൽ കമ്മിറ്റ്മെന്റ്സ് ബിസിനസ്സിന് കൊടുക്കുന്ന കാര്യങ്ങളാണ്. സോ ഇത്തരത്തിലുള്ള പ്രാക്ടീസസ് ചെയ്യുമ്പോഴത്തേക്കും അവർ നല്ല രീതിയിൽ അവരെ പ്രോഫിറ്റബിൾ ആവാനായിട്ട് സഹായിക്കും. എന്താണ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്? സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് എത്തിക്കൽ ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ്. സോഷ്യൽ റെസ്പോൺസിബിലിറ്റി മീൻസ് റെസ്പോൺസിബിലിറ്റി ഓഫ് ബിസിനസ് ടു ആക്ട് ഇൻ സച്ച് എ വേ which will serve the best interest of the society. സൊസൈറ്റിക്ക് ഏറ്റവും നല്ല രീതിയിൽ എഫക്റ്റ് ചെയ്യുന്ന രീതിയിൽ ഒരു സ്ഥാപനം പ്രവർത്തിക്കുകയാണെങ്കിൽ അതിനെയാണ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഫുൾഫിൽ ചെയ്യുക എന്ന് പറയുന്നത്. എനി ബിസിനസ് വിച്ച് ഡസ് നോട്ട് ആക്ട് ഇൻ ദ ബെസ്റ്റ് ഇൻട്രസ്റ്റ് ഓഫ് ദ സൊസൈറ്റി ക്യാൻ നെയ്തർ ബി ടോളറേറ്റഡ് നോർ അലൗഡ് ടു കണ്ടിന്യൂ. ഒരു കാരണവശാലും സാമൂഹികപരമായിട്ടുള്ള അല്ലാത്ത രീതിയിൽ ആന്റി സോഷ്യൽ ആക്ടിവിറ്റീസ് ചെയ്തുകൊണ്ട് നടക്കുന്ന ഒരു ബിസിനസ്സിനെ ഒരു രീതിയിലും പ്രൊമോട്ട് ചെയ്യപ്പെടുന്നത് അല്ല. ഒരു രീതിയിലും സമൂഹത്തിൽ അതിനെ നിലനിർത്താനായിട്ട് സാധിക്കത്തില്ല. സോ സ്പെഷ്യൽ ആയിട്ടുള്ള റെസ്പോൺസിബിലിറ്റീസ് ഫുൾഫിൽ ചെയ്യുക എന്ന് പറയുന്നത് ഒരു ബിസിനസ് മുന്നോട്ട് സർവൈവ് ചെയ്യുന്നതിന് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. സോ ബിസിനസ് ഹാസ് ടു ഫുൾഫിൽ സെവറൽ ഒബ്ലിഗേഷൻസ് ടുവേർഡ്സ് വേരിയസ് ഇൻട്രസ്റ്റഡ് ഗ്രൂപ്പ്സ് ഇൻ ദ സൊസൈറ്റി. സമൂഹത്തിന്റെ പല ഭാഗത്തുള്ള പല ആളുകളെയും അവരെ സാറ്റിസ്ഫൈ ചെയ്തുകൊണ്ടായിരിക്കണം ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. എൻവയോൺമെന്റിന് അക്കൗണ്ടബിൾ ആയിട്ടുള്ള രീതിയിലായിരിക്കണം ബിസിനസിന്റെ ആക്ടിവിറ്റീസ് നടക്കേണ്ടത്. ബിസിനസിന്റെ ഭാഗമായിട്ടുള്ള കസ്റ്റമേഴ്സിന്റെയും സപ്ലയേഴ്സിന്റെയും അവിടെയുള്ള ലോക്കൽ സിറ്റിസൺസിന്റെയും അവരുടെ എംപ്ലോയീസിന്റെയും അവർ നിൽക്കുന്ന ഗവൺമെന്റിന്റെയും ഇൻട്രസ്റ്റ് ടേക്ക് കെയർ ചെയ്തിട്ടായിരിക്കണം ആക്ടിവിറ്റീസ് ചെയ്യേണ്ടത്. ബിക്കോസ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ബിസിനസിന്റെ ആക്ടിവിറ്റീസ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്, ഓപ്പറേഷൻസ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് ആ സൊസൈറ്റീനെയാണ്. സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയുടെ ഭാഗമായിട്ട് പലതരത്തിലുള്ള സർവീസസുകൾ കൊടുക്കേണ്ടതായിട്ട് വരും. ഫോർ എക്സാമ്പിൾ, പെപ്സി പോലുള്ള കമ്പനികൾ സ്പോർട്സിനെ പ്രൊമോട്ട് ചെയ്യാറുണ്ട്. ടാറ്റ പലതരത്തിലുള്ള ട്രൈബൽ ഡെവലപ്മെന്റ്സിനെ പ്രൊമോട്ട് ചെയ്യാറുണ്ട്. ഇത്തരത്തിലുള്ള ആക്ടിവിറ്റീസിൽ അവർ ഇൻവോൾവ് ആവാറുണ്ട്. സോ ഇത്തരത്തിൽ പല കമ്പനികളും നിങ്ങൾക്കറിയാം, അവർ സ്പോൺസർഷിപ്പ് ആയാലും അല്ലെങ്കിൽ സോഷ്യൽ നാച്ചുറൽ ആക്ടിവിറ്റീസിനെ പ്രൊമോട്ട് ചെയ്യുന്ന, വില്ലേജ് പീപ്പിളിനെ പ്രൊമോട്ട് ചെയ്യുന്ന, അവരുടെ ആക്ടിവിറ്റീസിനെ പ്രൊമോട്ട് ചെയ്യുന്ന പല കാര്യങ്ങളും പല ബിസിനസ്സുകളും ചെയ്യാറുണ്ട്. മൾട്ടിനാഷണൽ കമ്പനീസും ഇൻവോൾവ് ആവാറുണ്ട്. Similarly, there are several business enterprises which contribute a small fraction of their earnings for their welfare of poor and providing free education,
free distribution of medicines, creation of employment opportunities for rural masses, installation of pollution control measures, etc. എന്തൊക്കെ റെസ്പോൺസിബിലിറ്റി ആണ് നമുക്ക് ചുറ്റും ഉള്ളതെന്ന് നമുക്ക് നോക്കാം. ഒന്ന്, ലീഗൽ റെസ്പോൺസിബിലിറ്റി. എവറി ബിസിനസ് എന്റർപ്രൈസസ് ഹാസ് റെസ്പോൺസിബിലിറ്റി ടു റെസ്പെക്ട് ആൻഡ് ഓപ്പറേറ്റ് വിത്തിൻ ദ ലോസ് ഓഫ് ദ കൺട്രി. ഒരു രാജ്യത്തിന്റെ നിയമപരമായിട്ടുള്ള ആക്ടിവിറ്റീസിന് ഉള്ളിൽ നിന്നുകൊണ്ട് മാത്രമേ നമുക്ക് ബിസിനസ് നടത്താൻ പറ്റുള്ളൂ. അതിനാണ് ലീഗൽ ആയിട്ടുള്ള റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്. സിൻസ് the laws of the country are meant to be well-being of the society, law abiding enterprises is a society responsible enterprises as well. Law എന്ന് പറയുന്നത് സമൂഹത്തിന് നല്ല രീതിയിൽ നിലനിർത്തി പോകാൻ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. സോ നിയമാനുസൃതമായിട്ട് മാത്രമേ ഒരു വ്യക്തിക്ക് ബിസിനസ് റൺ ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. രണ്ടാമത്തെ ടൈപ്പ് ഓഫ് റെസ്പോൺസിബിലിറ്റി ആണ് എത്തിക്കൽ ആയിട്ടുള്ള റെസ്പോൺസിബിലിറ്റി. എത്തിക്കൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില കാര്യങ്ങൾ സമൂഹത്തിൽ ചെയ്യാൻ പാടില്ല എന്നുള്ളത് അതിന്റെ അവിടുത്തെ എത്തിക്സ് ആണ്. ഇപ്പം ചില ആളുകളുടെ റിലീജിയസ് ആയിട്ടുള്ള സെന്റിമെന്റ്സിനെ റെസ്പെക്ട് ചെയ്യുക, ക്വാളിറ്റി പ്രോഡക്ട്സ് സപ്ലൈ ചെയ്യുക, റീസണബിൾ പ്രൈസിന് അത് കൊടുക്കുക എന്നൊക്കെ പറയുന്നത് എത്തിക്കൽ റെസ്പോൺസിബിലിറ്റിയുടെ ഭാഗമാണ്. നെക്സ്റ്റ് വൺ ആണ് എക്കണോമിക് റെസ്പോൺസിബിലിറ്റി. ബിസിനസ് എന്റർപ്രൈസസ് എന്ന് പറയുന്നത് ഒരു എക്കണോമിക് എൻറ്റിറ്റി ആണെന്ന് മനസ്സിലായല്ലോ. സോ ഇറ്റ് ഈസ് എ റെസ്പോൺസിബിലിറ്റി ഓഫ് ദ ബിസിനസ് ടു പ്രൊഡ്യൂസ് ഗുഡ്സ് ആൻഡ് സർവീസസ് ദാറ്റ് സൊസൈറ്റി വോണ്ട്സ് ആൻഡ് സെൽ ദം ടു അറ്റ് എ റീസണബിൾ പ്രോഫിറ്റ്. ഒരുപാട് അമിതമായിട്ടുള്ള പ്രോഫിറ്റ് ഒന്നും ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് ബിസിനസ് തുടങ്ങാൻ സാധിക്കത്തില്ല. കസ്റ്റമേഴ്സിന് വളരെ അഫോർഡബിൾ ആയിട്ട് റീസണബിൾ ആയിട്ടായിരിക്കണം അത് കൊടുക്കേണ്ടത്. അല്ലാതെ ഒരിക്കലും ആന്റി സോഷ്യൽ ആയിട്ടുള്ള അൺഫെയർ ആയിട്ടുള്ള ട്രേഡ് ആക്ടിവിറ്റീസ് ഇതിൽ ഇൻവോൾവ് ആക്കാനായിട്ട് പാടില്ല. നെക്സ്റ്റ് വൺ ഡിസ്ക്രിഷണറി റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിസ് റെഫേഴ്സ് ടു പ്യുവർലി വോളണ്ടറി ഒബ്ലിഗേഷൻ ദാറ്റ് എ ബിസിനസ് ഫേംസ് അസ്യൂംസ് ദാറ്റ് ഹെൽപ്പ് വളരെ വോളണ്ടിയർ ആയിട്ട് ആ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്ത് വർക്ക് ചെയ്യുക. അതായത് ഇപ്പം ഫ്ലഡ് അഫക്റ്റ് ചെയ്തിരിക്കുന്ന ആളുകളെ നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നത്, എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് ജനറേറ്റ് ചെയ്യുന്നത്, ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള ആൾക്കാരെയൊക്കെ നമ്മൾ സഹായിക്കുന്നത്, ബേസിക് ആയിട്ടുള്ള സ്കൂളിനൊക്കെ ബേസിക് ആയിട്ടുള്ള അമ്യൂണിറ്റീസ് കൊടുക്കുന്നത്, ഹോസ്പിറ്റൽസിനെ സഹായിക്കുന്നത്, ആർട്സും സ്പോർട്സും ഒക്കെ പ്രൊമോട്ട് ചെയ്യുന്നതൊക്കെ ഇത്തരത്തിലുള്ള ഡിസ്ക്രിഷണറി റെസ്പോൺസിബിലിറ്റിയുടെ ഭാഗമായിട്ടാണ്. നെക്സ്റ്റ് വൺ ആണ് ഇമ്പോർട്ടൻസ് ഓഫ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഇൻ ബിസിനസ്. എന്തുകൊണ്ടാണ് ബിസിനസ് സോഷ്യലി റെസ്പോൺസിബിൾ ആവണം എന്ന് പറയുന്നത്? സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് ബിസിനസിന്റെ വോളണ്ടറി പാർട്ടായിരിക്കണം, വോളണ്ടറി ആയിട്ടുള്ള എഫേർട്ട് ആയിരിക്കണം. ബിസിനസ് എന്ന് പറയുന്നത് തന്നെ സൊസൈറ്റിയുടെ എക്സ്പെക്ടേഷൻ അനുസരിച്ച് അവരുടെ ക്രിയേഷന്റെ ഭാഗമായിട്ട് എടുക്കേണ്ട ഒരു ക്രിയേഷൻ ആണ് ബിസിനസ് എന്ന് പറയുന്നത്. ഒരു സൊസൈറ്റി സർവൈവ് ചെയ്യുന്നതും ഗ്രോ ചെയ്യുന്നതും ഇത്തരത്തിലുള്ള ബിസിനസിന്റെ ഭാഗമായിട്ടാണ്. ആ ബിസിനസ് കണ്ടിന്യൂസ് ആയിട്ട് സർവീസ് സൊസൈറ്റിക്ക് കൊടുക്കുന്നതിന്റെ ഭാഗമായിട്ടാണ്. സോ പല കാരണങ്ങൾ കൊണ്ടും ബിസിനസ് എന്ത് ചെയ്യണം, സൊസൈറ്റിയുടെ എക്സ്പെക്ടേഷൻ അനുസരിച്ച് അവർക്ക് റെസ്പോൺസിബിൾ ആയിട്ട് കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഒന്നാമത്തെ കാര്യമാണ് പബ്ലിക് ഇമേജ് എന്ന് പറയുന്നത്. ആക്ടിവിറ്റീസ്, ഒരു ബിസിനസ് നടത്തുന്ന എല്ലാ ആക്ടിവിറ്റീസും സൊസൈറ്റിയുടെ വെൽഫെയറിന് കൂടി വേണ്ടിയിട്ടായിരിക്കണം. അത് ആ സൊസൈറ്റിയിൽ നല്ലൊരു ഗുഡ് വിൽ, റെപ്യൂട്ടേഷൻ കിട്ടാൻ വേണ്ടി സഹായിക്കും. എപ്പോഴും നല്ല രീതിയിലുള്ള ഏർണിങ്സ് ഒരു ബിസിനസ് ഉണ്ടാക്കിയെടുക്കുന്നത് ഒരു പബ്ലിക് ഇമേജ് കൂട്ടാനായിട്ടും, നല്ല പബ്ലിക് ഇമേജ് ഓണസ്റ്റ് ആയിട്ടുള്ള കോമ്പീറ്റന്റ് ആയിട്ടുള്ള എംപ്ലോയീസിനെ അവിടെ കിട്ടുകയും അത്തരത്തിലുള്ള കസ്റ്റമേഴ്സിനെ അട്രാക്ട് ചെയ്യുകയും ചെയ്യും. നെക്സ്റ്റ് പോയിന്റ് ആണ് അവോയ്ഡ് ഗവൺമെന്റ് റെഗുലേഷൻ എന്നുള്ളത്. ടു അവോയ്ഡ് ഗവൺമെന്റ് റെഗുലേഷൻസ് ബിസിനസ് ഷുഡ് ഡിസ്ചാർജ് ദെയർ ഡ്യൂട്ടീസ് വോളണ്ടിയർലി. പ്രോപ്പർ ആയിട്ടൊരു ബിസിനസിന്റെ നിയമാനുസൃതമായിട്ട് വർക്ക് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അവരുടെ ഇടയിലേക്ക് ബിസിനസ്സിനകത്തേക്ക് ഗവൺമെന്റ് പല നിയമങ്ങളും കൊണ്ടുവരും. സോ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ബിസിനസ് ആയിട്ട് തന്നെ വോളണ്ടറിലി അവർ സ്വന്തമായിട്ട് തന്നെ എന്ത് ചെയ്യുക, പ്രോപ്പർ ആയിട്ട് ആ നിയമങ്ങളൊക്കെ പാലിച്ച് മുന്നോട്ട് പോവുക. ഫോർ എക്സാമ്പിൾ ഇവിടെ കൊടുത്തിരിക്കുന്നത്, ഇഫ് any business firm pollutes the environment, it will naturally come under the strict government regulations, which may be ultimately forced the firm to close down the business. അതായത് ഇപ്പൊ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് അത് എൻവയോൺമെന്റിനെ പൊല്യൂട്ട് ചെയ്യുന്ന രീതിയിലാണ് തുടങ്ങുന്നതെങ്കിൽ അവിടെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഗവൺമെന്റ് റെഗുലേഷൻ വരികയും അത് അൾട്ടിമേറ്റ്ലി ആ ബിസിനസ് ക്ലോസ് ചെയ്യാനായിട്ട് ഫോഴ്സ് ചെയ്യുകയും ചെയ്യും. സോ അപ്പൊ അത്തരത്തിൽ നമ്മൾ എന്ത് ചെയ്യുക,
ഇത്തരത്തിൽ പൊല്യൂഷൻ ആവുന്ന തരത്തിലുള്ള വർക്കുകൾ ചെയ്യാതിരിക്കുക. നെക്സ്റ്റ് പോയിന്റ് ആണ് എംപ്ലോയി സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത്. ഒരു ബിസിനസ്സിന് ഒരിക്കലും ഇൻഡസ്ട്രിയൽ ആയിട്ടൊരു പീസ് ഇല്ലാതെ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കത്തില്ല. സോ ബിസിനസ് എപ്പോഴും എംപ്ലോയീസുമായിട്ട് നല്ലൊരു റിലേഷൻ മെയിൻറ്റെയിൻ ചെയ്ത് വേണം പോകാനായിട്ട്. അതായത് അവർക്കിപ്പം നല്ല വേജസ് കൊടുക്കുക, നല്ല വർക്കിംഗ് കണ്ടീഷൻസ് കൊടുക്കുക, നല്ല രീതിയിലുള്ള മാനേജ്മെന്റ് ആക്ടിവിറ്റീസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യിക്കുക, ക്ലാസ് കോൺഫ്ലിക്റ്റുകൾ ഒഴിവാക്കുക എന്നിവയൊക്കെ. അതാണ് എംപ്ലോയി സാറ്റിസ്ഫാക്ഷന്റെ ഭാഗമായിട്ട് വരുന്നത്. നെക്സ്റ്റ് വൺ ആണ് കൺസ്യൂമർ അവയർനെസ് എന്ന് പറയുന്നത്. ഇന്നത്തെ കാലത്ത് ഓരോ കസ്റ്റമേഴ്സും അവർക്കുള്ള റൈറ്റ്സിനെ കുറിച്ച് വളരെയധികം അവെയർ ആണ്, അവർ കോൺഷ്യസ് ആണ്. സോ അവരെപ്പോഴും അവർക്കുള്ള ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഹാംഫുൾ പ്രോഡക്ട്സ് കൊടുത്താലോ, അവരേതെങ്കിലും പല ഗ്രൂപ്പ്സിനെ ടാർഗറ്റ് ചെയ്ത് ഇൻഫീരിയർ ആയിട്ടുള്ള പ്രോഡക്ട്സ് കൊടുത്താലൊക്കെ അവരെന്ത് ചെയ്യും, പ്രതികരിക്കും. സോ ബിസിനസ് എപ്പോഴും കസ്റ്റമേഴ്സിന്റെ ഇൻട്രസ്റ്റ് പ്രൊട്ടക്ട് ചെയ്യുന്ന രീതിയിലായിരിക്കണം വർക്ക് ചെയ്യേണ്ടത്. അങ്ങനെ പ്രൊട്ടക്ട് ചെയ്യാന്ന് പറയുമ്പോൾ എങ്ങനെയാണ് അവർക്ക് പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റുക? ക്വാളിറ്റി ആയിട്ടുള്ള റീസണബിൾ പ്രൈസിൽ ക്വാളിറ്റി പ്രോഡക്ട്സ് കൊടുക്കുമ്പോഴാണ് അവരെ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റുക. പിന്നെ ഉള്ളതാണ് മോറൽ ജസ്റ്റിഫിക്കേഷൻ. എവറി ബിസിനസ് എന്റർപ്രൈസസ് ഈസ് ആൻ ഇന്റഗ്രൽ പാർട്ട് ഓഫ് സൊസൈറ്റി and depends on society in a number of ways. So there is very moral justification on part of business to contribute to well-being of the society. അതായത് എല്ലാ ബിസിനസ് എന്റർപ്രൈസും ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ സൊസൈറ്റിയുടെ ഭാഗമായിട്ട് വർക്ക് ചെയ്യുന്നവയാണ്. സോ നല്ല രീതിയിൽ അവർക്ക് കോൺട്രിബ്യൂഷൻസ് കൊടുക്കുക, മോറൽ ആയിട്ടൊരു ജസ്റ്റിഫിക്കേഷൻ ചെയ്യുക എന്നുള്ളത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നെക്സ്റ്റ് പോയിന്റ് ആണ് സർവൈവൽ ആൻഡ് ഗ്രോത്ത്. എല്ലാ ബിസിനസ്സും സൊസൈറ്റിയുടെ ഭാഗമാണ് എന്ന് നമ്മൾ പറഞ്ഞു. സോ ആ സൊസൈറ്റിയിൽ ഈ ബിസിനസ് സർവൈവ് ചെയ്ത് പോവുക എന്ന് പറയുന്നത് വളരെ എസെൻഷ്യൽ ആയിട്ടുള്ള ഒരു പാർട്ടാണ്. ബിസിനസ് അതിൻ്റെ ഒരു പ്രോഫിറ്റിൻ്റെ ഒരു ഭാഗം 100% മസ്റ്റായിട്ടും സൊസൈറ്റിയുടെ വെൽഫെയറിന് വേണ്ടിയിട്ട് ചെലവാക്കുക തന്നെ വേണം. നെക്സ്റ്റ് വൺ, ബെറ്റർ എൻവയൺമെന്റ് ഫോർ ഡൂയിങ് ബിസിനസ്. If a business firm voluntarily helps in solving society problems such as poverty, unemployment, illiteracy, etc., it gets better environment to conduct its business. അതായത് വോളണ്ടിയർലി സൊസൈറ്റിയുടെ പ്രോബ്ലംസ് സോൾവ് ചെയ്ത് പോവേർട്ടി സോൾവ് ചെയ്യുക, അൺഎംപ്ലോയ്മെന്റ് സോൾവ് ചെയ്യുക, ഇല്ലിറ്ററസി സോൾവ് ചെയ്യുക എന്നൊക്കെ പറയുന്നത് എപ്പോഴും ബിസിനസ്സിനും കൂടെ ഭയങ്കര നല്ലതാണ്. അവർക്കൊരു നല്ല എൻവയോൺമെന്റ് കിട്ടുകയാണ് ബിസിനസ് ചെയ്യാൻ വേണ്ടിയിട്ട്, നല്ലൊരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരെ കിട്ടുകയാണ് ബിസിനസ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. നെക്സ്റ്റ് പോയിന്റ് നോക്കൂ. ബിസിനസ് നോട്ട് മിയർലി പ്രോഫിറ്റ് മേക്കിംഗ് എന്റർപ്രൈസ് ബട്ട് എസെൻഷ്യലി സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. കമന്റ്. ബിസിനസ് എന്ന് പറയുന്നത് ചുമ്മാ ഒരു പ്രോഫിറ്റ് എന്റർപ്രൈസ് മാത്രമല്ല, പ്രോഫിറ്റ് ഉണ്ടാക്കാനുള്ള സ്ഥാപനം മാത്രമല്ല, പക്ഷെ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ കൂടെയാണ്. എന്തുകൊണ്ടാണ് അത് പറയുന്നത്? ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നത്. ഈവൻ ദോ ബിസിനസ് എന്ന് പറയുന്നത് ഒരു വലിയ എക്കണോമിക് ആക്ടിവിറ്റി ആയിട്ടാണ് ചെയ്യുന്നതെങ്കിലും പല ഒബ്ലിഗേഷൻസും സോഷ്യൽ ഒബ്ലിഗേഷൻസും സാറ്റിസ്ഫൈ ചെയ്യേണ്ടതായിട്ട് വരും. ഓണേഴ്സ് ഫണ്ടുകൾ ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു, എംപ്ലോയീസ് അവരുടെ ലേബർ അവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്നു, പലതരത്തിലുള്ള സൊസൈറ്റിയിൽ നിന്ന് പല കാര്യങ്ങളും ലാർജ്ലി ബിസിനസ്സിന് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യപ്പെടുന്നതുകൊണ്ട് ബിസിനസ് എൻവയോൺമെന്റ് എന്ന് പറയുന്നത് നല്ല രീതിയിൽ ഓപ്പറേറ്റ് ചെയ്യപ്പെടണം. അത് പൊല്യൂഷൻ ഫ്രീ ആയിട്ടായിരിക്കണം, പ്യുവർ ഡ്രിങ്കിങ് വാട്ടർ ആയിരിക്കണം നമ്മുടെ ഇൻഡിവിജ്വൽസിന് കിട്ടേണ്ടത്, ഫ്രഷ് ആൻഡ് ക്ലീൻ എയർ ആയിരിക്കണം കിട്ടേണ്ടത്, ഹൈജീൻ ലിവിങ് കണ്ടീഷൻസ് ആയിരിക്കും കൊടുക്കേണ്ടത്. അപ്പം നിങ്ങൾ വിചാരിക്കും ഇതൊക്കെ ഒരു ബിസിനസ്സിന് കൊടുക്കാൻ പറ്റും. ഒരു ബിസിനസ് നടത്തുമ്പോൾ ഇതൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അതിന് ഹ്യൂജ് ഡിഫറൻസ് ആണ് നാച്ചുറലി അവിടെ എഫക്റ്റ് ആവുന്നത്. സോ it is thus evident that business must think beyond profit. സോ ഇത്രയും കാര്യങ്ങൾ പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം ബിസിനസ് എന്ന് പറയുന്നത് പ്രോഫിറ്റിനും മുകളിൽ സംതിങ് മോർ ദാൻ പ്രോഫിറ്റ് ആണെന്നുള്ളത്. സോ പല ഒബ്ലിഗേഷൻസും പല ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഗ്രൂപ്പ്സിനും സെർവ് ചെയ്യേണ്ടതായിട്ട് വരും. ദി ട്രഡീഷണൽ വ്യൂ ദാറ്റ് ബിസിനസ് എന്റർപ്രൈസസ് ഡീലിംഗ് വിത്ത് പ്രൊഡക്ഷൻ, ഡിസ്ട്രിബ്യൂഷൻ, സർവീസസ്, thereby earning profit alone. അതായത് പണ്ടത്തെ കാലത്തെ പോലെ ജസ്റ്റ് പ്രൊഡക്ഷൻ ചെയ്യുക, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക, ജസ്റ്റ് പ്രോഫിറ്റ് ഉണ്ടാക്കി തിരിച്ചു പോവുക എന്നുള്ളത് ഇനിയുള്ള കാലത്ത് അത് വാലിഡ് അല്ല എന്നുള്ളതാണ് പറയുന്നത്. ഇറ്റ് ഈസ് അക്കൗണ്ടബിൾ ഫോർ ദ ഇൻപുട്ട് ഇറ്റ് ഡിറൈവ്സ് ഫ്രം എൻവയൺമെന്റ് ആൻഡ് റിസോഴ്സസ് ഓഫ് ഇറ്റ് എംപ്ലോയീസ്. തീർച്ചയായിട്ടും ഒരു ബിസിനസ് എന്ന് പറയുന്നത് അതിന്റെ എൻവയൺമെന്റിനും
എംപ്ലോയീസിന്റെ റിസോഴ്സസിനും ഒക്കെ അക്കൗണ്ടബിൾ ആണ് എന്നുള്ളതാണ് മെയിൻ പോയിന്റ്. Such a business should take care of interest of customers, local citizens, അവിടെയുള്ള ഡീലേഴ്സ്, എംപ്ലോയീസ്, ഗവൺമെന്റ്, സപ്ലയേഴ്സ്, ബാക്കി സ്റ്റേക്ക് ഹോൾഡേഴ്സ് എല്ലാവരുടെയും ഇൻട്രസ്റ്റുകൾ ടേക്ക് കെയർ ചെയ്തുകൊണ്ടായിരിക്കണം ഒരു ബിസിനസ് അതിന്റെ ഓപ്പറേഷൻസ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. സോ ബിസിനസ് എന്ന് പറയുന്നത് ഒരു എക്കണോമിക് ഇൻസ്റ്റിറ്റ്യൂഷൻ മാത്രമല്ല, ഇതിന് വളരെയധികം സൊസൈറ്റിയുടെ അടുത്ത് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. ആക്റ്റീവായിട്ട് സോഷ്യൽ ഇഷ്യൂസിൽ ഇടപെടേണ്ടതായിട്ടുണ്ട്. സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയുടെ ഭാഗമായിട്ട് പലതരത്തിലുള്ള സോഷ്യൽ സർവീസസുകൾ, ആക്ടിവിറ്റീസ് ഡെയിലി ടേക്ക് കെയർ ചെയ്യണം. ഒരുപാട് എന്റർപ്രൈസസ് ഉണ്ട്, അവരുടെ ഒരു ഏർണിങ്സിന്റെ ഒരു ഭാഗം പാവങ്ങൾക്ക് വേണ്ടി ഫ്രീ എഡ്യൂക്കേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഫ്രീ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് മെഡിസിൻസിന് വേണ്ടിയിട്ട്, എംപ്ലോയ്മെന്റ് ക്രിയേഷൻസിന് വേണ്ടിയിട്ട്, സേഫ്റ്റി സ്റ്റാൻഡേർഡ്സ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഉപയോഗിക്കുന്നത്. സോ ഇത്തരത്തിൽ കമ്പനീസ് അല്ലെങ്കിൽ ബിസിനസ് എന്ന് പറയുന്നത് ഒരു സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ മാത്രമല്ല എന്നുള്ളത് ഒരു പ്രോഫിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷൻ മാത്രമല്ല എന്നുള്ളത് മനസ്സിലാക്കുക. അതൊരു സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ കൂടെയാണ് എന്നുള്ള പോയിന്റ് ആണ് ഇവിടെ ഹൈലൈറ്റ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഇത്രയും സോഷ്യൽ റെസ്പോൺസിബിലിറ്റിനെ സപ്പോർട്ട് ചെയ്ത് പറയുമ്പോൾ 100% സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ആണോ നല്ലത്? എന്തെങ്കിലും പോയിന്റ്സ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റിക്ക് എഗനിസ്റ്റ് ആയിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ച് പോയിന്റ്സ് ഉണ്ട്. പക്ഷെ അത് നമുക്ക് പ്രാക്ടിക്കലി ആക്കാനായിട്ട് ബുദ്ധിമുട്ടാണ്. ഒന്നാമത്തെ പോയിന്റ് ആണ് പ്രോഫിറ്റ് മാക്സിമൈസേഷൻ എന്ന് പറഞ്ഞ ഒബ്ജക്റ്റീവിന് എഗനിസ്റ്റ് ആണെന്നുള്ളത്. ഈ ഒരു ആർഗ്യുമെന്റ് അനുസരിച്ച് ബിസിനസ് എന്ന് പറയുന്നത് എപ്പോഴും ആളുകൾ പ്രോഫിറ്റിന് വേണ്ടി തുടങ്ങുന്ന സ്ഥാപനമാണ്. സോ അവരവരുടെ പല എനർജിയും പല റിസോഴ്സസും പല സോഷ്യൽ റെസ്പോൺസിബിലിറ്റീസും ഫുൾഫില്ല് ചെയ്യുന്നതിനായിട്ട് വേസ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അതേപോലെ തന്നെ കസ്റ്റമേഴ്സ് എന്ന് പറയുന്ന ഒരു ബേർഡൻ ഓൺ കസ്റ്റമേഴ്സ്. ഇറ്റ് ഈസ് ആർഗ്യൂഡ് ദാറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റീസ് ലൈക്ക് പൊല്യൂഷൻ കൺട്രോൾ, അതേപോലെ എൻവയോൺമെന്റ് പ്രൊട്ടക്ഷൻ, അതെല്ലാം ഭയങ്കര കോസ്റ്റ്ലി ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ആണ്. ബിസിനസ് എപ്പോഴും കസ്റ്റമേഴ്സിനൊപ്പം ഇത്തരത്തിലുള്ള കോസ്റ്റ്ലി ആക്ടിവിറ്റീസ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയുടെ ഭാഗമായിട്ട് ചെയ്യുമ്പോൾ കസ്റ്റമേഴ്സിന് കുറച്ച് വില കൂട്ടി ചിലപ്പോൾ സാധനങ്ങൾ വിൽക്കും ഈ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഫുൾഫിൽ ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ഇത്തിരി ഹയർ പ്രൈസ് ചാർജ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ആ രീതിയിൽ കസ്റ്റമേഴ്സിന് ഇതൊരു ബേർഡൻ ആയിട്ട് മാറാനുള്ള സാധ്യതയും ഉണ്ട്. നെക്സ്റ്റ് പോയിന്റ്, ലാക്ക് ഓഫ് സോഷ്യൽ സ്കിൽസ്. എല്ലാ ബിസിനസ് മാനേജേഴ്സിനും നല്ല രീതിയിൽ സോഷ്യൽ പ്രോബ്ലംസ് ഹാൻഡിൽ ചെയ്യണമെന്നോ പോവർട്ടി ഹാൻഡിൽ ചെയ്യണമെന്നോ ഓവർ പോപ്പുലേഷന്റെ കാര്യങ്ങളെ കുറിച്ച് പഠിക്കണമെന്നോ ഇല്ല. സോ അവർക്ക് സോഷ്യൽ സ്കിൽസ് കുറവായിരിക്കാം. നെക്സ്റ്റ് പോയിന്റ് ആണ് ലാക്ക് ഓഫ് ബ്രോഡ് പബ്ലിക് സപ്പോർട്ട്. പബ്ലിക് എന്ന് പറയുമ്പം എത്രത്തോളം സോഷ്യൽ ആക്ടിവിറ്റീസിൽ ഇൻവോൾവ് ആയി കഴിഞ്ഞാലും അത് വെച്ചിട്ട് നിങ്ങളെ സപ്പോർട്ട് ചെയ്യണം എന്നില്ല. Therefore, a business cannot fulfill social responsibility because lack of public confidence and cooperation. അപ്പോൾ അവർക്ക് നല്ല രീതിയിൽ അവർ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഫുൾഫിൽ ചെയ്യത്തില്ല, കോൺഫിഡൻസ് കോപ്പറേഷൻ ഒന്നും പ്രോപ്പറായിട്ട് കിട്ടുന്നില്ല എങ്കിൽ പിന്നെ നമ്മളെന്തിനു ചെയ്യണം എന്നുള്ള രീതിയായിരിക്കും ബിസിനസ്സുകൾ ചിന്തിക്കുക. നെക്സ്റ്റ് ടേം വരുന്നത് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഓഫ് ബിസിനസ് ടുവേർഡ്സ് ഡിഫറെന്റ് ഇൻട്രസ്റ്റഡ് ഗ്രൂപ്പ്സ്. പല ഇൻട്രസ്റ്റഡ് ഗ്രൂപ്പ്സിന് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി കൊടുക്കണം എന്നൊക്കെ നമ്മൾ പറഞ്ഞു. ഒരു ബിസിനസ് ഒരു സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് എന്നുണ്ടെങ്കിൽ പല രീതിയിൽ പല ഇൻട്രസ്റ്റഡ് ഗ്രൂപ്പ്സിനും അവർ ഇത്തരത്തിലുള്ള സർവീസസ് കൊടുക്കണം. ഓണേഴ്സിന് കൊടുക്കണം, ഇൻവെസ്റ്റേഴ്സിന് കൊടുക്കണം, കസ്റ്റമേഴ്സിന് കൊടുക്കണം, സപ്ലയേഴ്സിന് കൊടുക്കണം, എംപ്ലോയീസിന് കൊടുക്കണം, അതുപോലെ ഗവൺമെന്റിനും കോമ്പറ്റീറ്റേഴ്സിനും ഒക്കെ കൊടുക്കണം. ഇത്തരത്തിലുള്ള ഈ ആളുകളെയാണ് ഇൻട്രസ്റ്റഡ് ഗ്രൂപ്പ്സ് എന്നൊക്കെ നമ്മൾ വിളിക്കുന്നത്. അതായത് ഈച്ച് ആൻഡ് എവറി ആക്ടിവിറ്റി ഓഫ് ബിസിനസ് ഇത്തരത്തിലുള്ള ഇൻട്രസ്റ്റഡ് ഗ്രൂപ്പ്സുമായിട്ട് അഫക്ട് ചെയ്യുന്നതോ ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി അവരുമായിട്ട് ഡീൽ ചെയ്യുന്നതോ ആയിരിക്കും. അപ്പം ഏതൊക്കെ ഇൻട്രസ്റ്റഡ് ഗ്രൂപ്പ്സ് ആണെന്ന് വെച്ചാൽ ഒന്നാമത്തെ റെസ്പോൺസിബിലിറ്റി ടുവേർഡ്സ് ഓണേഴ്സ് ആണ്. ഓണേഴ്സ് എന്ന് പറയുന്ന ആളുകളാണ് ആ ബിസിനസ് ഓൺ ചെയ്യുന്ന അതിന്റെ ഉടമകൾ. അവരാണ് ബിസിനസ്സിലേക്ക് ക്യാപിറ്റൽ കൊണ്ടുവരുന്നത്, അവരാണ് ബിസിനസിന്റെ റിസ്ക് മെയിൻറ്റെയിൻ ചെയ്യുന്നതൊക്കെ, എല്ലാ റിസ്ക്കും ബെയർ ചെയ്യുന്നതൊക്കെ ആ വ്യക്തികളാണ്. സോ വളരെയധികം റെസ്പോൺസിബിലിറ്റി, അവർക്ക് നല്ല രീതിയിലുള്ള റിട്ടേൺ തിരിച്ചു കൊടുക്കണം, അവർക്ക് സ്റ്റഡി ആയിട്ടുള്ള ഒരു ക്യാപിറ്റൽ അപ്രീഷിയേഷൻ കൊടുക്കണം എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. ബിസിനസ് ഹാസ് സർട്ടൺ റെസ്പോൺസിബിലിറ്റി ടുവേർഡ്സ് ഇറ്റ്സ് ഓണേഴ്സ്. ഒന്ന്, അവർക്ക് വളരെ സേഫ് ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് കൊടുക്കുക. രണ്ട്, അവരെ നല്ല രീതിയിൽ ഫെയർ റെഗുലർ ആയിട്ടുള്ള ഡിവിഡൻസ് കൊടുക്കുക. മൂന്ന്, റെഗുലർ ആക്യുറേറ്റ് ആൻഡ് അഡിക്വേറ്റ് ഇൻഫർമേഷൻസ്, എന്താണ് ആ ബിസിനസിന്റെ ഫിനാൻഷ്യൽ പൊസിഷൻ എന്നുള്ള പ്രോപ്പർ ആയിട്ടുള്ള
ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഡേറ്റ അവർക്ക് കൊടുക്കുക. 4th point, to give reasonable opportunities for participating policy decisions. ആ മാനേജ്മെന്റിന്റെ പോളിസി ഡിസിഷൻസിൽ കൃത്യമായിട്ട് തീരുമാനങ്ങൾ എടുക്കാനുള്ള റൈറ്റ്സ് കൊടുക്കുക. അതേപോലെ എല്ലാ എഫേർട്സും പ്രോപ്പറായിട്ട് വാല്യൂ ഓഫ് ഷെയർ ഇൻക്രീസ് ചെയ്യാനുള്ള എല്ലാ എഫേർട്സും ചെയ്യുക. ഇതൊക്കെ ബിസിനസ് അതിന്റെ ഓണേഴ്സിന്റെ അടുത്ത് ചെയ്യേണ്ട റെസ്പോൺസിബിലിറ്റീസ് ആണ്. പിന്നെ ഉള്ളതാണ് ഇൻവെസ്റ്റേഴ്സിന്റെ അടുത്തുള്ള റെസ്പോൺസിബിലിറ്റി. ഇൻവെസ്റ്റേഴ്സ് എന്ന് പറയുന്നത് ദോസ് ഹു പ്രൊവൈഡ് ഫിനാൻസ് ബൈ വേ ഓഫ് ഇൻവെസ്റ്റ്മെന്റ്, ലൈക്ക് ഡിബഞ്ചേഴ്സ് ആയിട്ടും ബോൺസ് ആയിട്ടും ഡെപ്പോസിറ്റ്സ് ആയിട്ടും ബാങ്ക് പല രീതിയിൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്ന പബ്ലിക്കിനെയാണ് ഇൻവെസ്റ്റേഴ്സ് എന്ന് നമ്മൾ പറയുന്നത്. പല രീതിയിലുള്ള ഇൻവെസ്റ്റേഴ്സിനെ നമുക്ക് കാണാം. അവരുടെ അടുത്ത് ബിസിനസ്സിന് പല രീതിയിലുള്ള റെസ്പോൺസിബിലിറ്റി ഉണ്ട്. അവർക്കും സേഫ് ആയിട്ടുള്ള നല്ല രീതിയിലുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യുക, കൃത്യമായിട്ടുള്ള പേയ്മെന്റുകൾ, ഇൻട്രസ്റ്റിന്റെ പേയ്മെന്റ് ഒക്കെ പ്രോപ്പറായിട്ട് റെഗുലർ ആയിട്ട് കൊടുക്കുക, അവരുടെ പ്രിൻസിപ്പൽ എമൗണ്ട് കറക്റ്റ് ആയിട്ട് അവർ ആവശ്യപ്പെടുമ്പം ടൈമിൽ റീപേ ചെയ്യുക എന്നൊക്കെയാണ്. നമ്മൾ കുറച്ചു മുമ്പ് പറഞ്ഞ പോലെ ഓണേഴ്സിന്റെ അടുത്ത് പോലെയുള്ള റെസ്പോൺസിബിലിറ്റി ഇൻവെസ്റ്റേഴ്സിന്റെ അടുത്തുണ്ട്. ഇനി എന്തൊക്കെയാണ് എംപ്ലോയീസിന്റെ അടുത്തുള്ള റെസ്പോൺസിബിലിറ്റീസ്? ഏറ്റവും കൂടുതലും ഇത് വർക്ക് ഫോഴ്സിനെ സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമേ ഒരു ബിസിനസ് സ്മൂത്ത് ആയിട്ട് ഫങ്ഷൻ ചെയ്യത്തുള്ളൂ. സോ അവരുടെ അടുത്തുള്ള റെസ്പോൺസിബിലിറ്റി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്ന്, അവർക്ക് പ്രോപ്പർ ആയിട്ടുള്ള വേജസ്, സാലറിയും കറക്റ്റ് ആയിട്ട് കൊടുക്കുക. ദെൻ നല്ല വർക്കിംഗ് കണ്ടീഷൻസ് അവർക്ക് കൊടുക്കുക. അതേപോലെ തന്നെ ഹൗസിംഗ്, മെഡിക്കൽ കെയർ, റിസർവേഷൻ, ഇത്തരത്തിലുള്ള വെൽഫെയർ സ്കീംസ് കറക്റ്റ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യുക. ദെൻ ട്രേഡ് യൂണിയൻസിന്റെ റൈറ്റ്സ്, ഇൻക്ലൂഡിംഗ് റൈറ്റ് ഓഫ് പാർട്ടിസിപ്പേഷൻ ഇൻ മാനേജ്മെന്റ്, ട്രേഡ് യൂണിയൻ റൈറ്റ്സ് ഒക്കെ പ്രോപ്പറായിട്ട് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി ഇവർക്ക് കൊടുക്കുക. ദെൻ ടു ഗ്യാരണ്ടി ഫ്രീഡം ഓഫ് റിലീജിയൻ ആൻഡ് പൊളിറ്റിക്കൽ വ്യൂസ്, പ്രോപ്പറായിട്ട് റിലീജിയന്റെ കേസിലാണെങ്കിലും അവരുടെ പൊളിറ്റിക്കൽ ഫ്രീഡം ഒക്കെ അവർക്ക് പ്രോപ്പറായിട്ട് കൊടുക്കുക. ദെൻ കറക്റ്റ് ടൈമിൽ ട്രെയിനിങ്സ്, അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് എംപ്ലോയീസിനെ സംബന്ധിച്ചിടത്തോളം. അവർക്ക് പ്രോപ്പറായിട്ട് ട്രെയിനിങ് കൊടുത്തില്ലെങ്കിൽ അവർക്ക് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യാൻ പറ്റത്തില്ല. വർക്ക് ചെയ്തില്ലെങ്കിൽ നമ്മുടെ ഫംഗ്ഷനിങ് സ്മൂത്ത് ആയിട്ട് നടക്കത്തില്ല. സോ പ്രോപ്പറായിട്ട് എംപ്ലോയീസിന് ട്രെയിനിങ് കൊടുക്കുക. ഇതൊക്കെ റെസ്പോൺസിബിലിറ്റി ടുവേർഡ്സ് എംപ്ലോയീസിന്റെ ഭാഗമായിട്ട് വരുന്നവയാണ്. പിന്നെയുള്ളതാണ് റെസ്പോൺസിബിലിറ്റി ടുവേർഡ്സ് ഗവൺമെന്റ്. ഗവൺമെന്റിന് എന്തൊക്കെ റെസ്പോൺസിബിലിറ്റീസ് ആണ് കൊടുക്കാനുള്ളത്? ഒന്ന്, നല്ല രീതിയിൽ ആ ഗവൺമെന്റിന്റെ ലോ അനുസരിച്ച് മാത്രം പെരുമാറുക. ടാക്സുകളൊക്കെ കറക്റ്റായിട്ട് പേ ചെയ്യുക. പുതിയ വെഞ്ചേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അത് ബാക്ക്വേർഡ് ഏരിയാസിലൊക്കെ തുടങ്ങാൻ വേണ്ടി ശ്രമിക്കുക. ദെൻ റെസ്ക്യൂ ആക്ടിവിറ്റീസിന്, റിലീഫ് ആക്ടിവിറ്റീസ് ലൈക്ക് ഫ്ലഡ്, എർത്ത് പോലുള്ള സമയത്ത് പ്രോപ്പർ ആയിട്ടുള്ള കോൺട്രിബ്യൂഷൻസ് നടത്തുക. ഇനി എന്തൊക്കെയാണ് റെസ്പോൺസിബിലിറ്റി ടുവേർഡ്സ് സപ്ലയേഴ്സ് എന്ന് നമുക്ക് നോക്കാം. സപ്ലയേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്കും responsibility towards suppliers in order to get regular and timely supply of raw materials and other items. Dealings with suppliers should be based on fair terms and conditions regarding price and other activities, regular payments, etc. Suppliersന് പ്രോപ്പർ ആയിട്ട് റെഗുലർ ആയിട്ട് റോ മെറ്റീരിയൽസ് എത്തിക്കുക, ഡീലിങ്സ് പ്രോപ്പർ ആയിട്ട് ചെയ്യുക, അവരുമായിട്ടുള്ള ടേംസ് ആൻഡ് കണ്ടീഷൻസ് പ്രോപ്പർ ആയിട്ട്, ഇപ്പം പ്രൈസിന്റെ കാര്യത്തിലാണെങ്കിലും പേയ്മെന്റ്സിന്റെ കാര്യത്തിലാണൊക്കെ പ്രോപ്പർ ആയിട്ട് ഡീൽ ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ബിസിനസ് എപ്പോഴും ഒരു ഹെൽത്തി റിലേഷൻഷിപ്പ് ആയിരിക്കണം സപ്ലയേഴ്സുമായിട്ട് വെക്കേണ്ടത്. നെക്സ്റ്റ് പോയിന്റ് ആണ് റെസ്പോൺസിബിലിറ്റി ടുവേർഡ്സ് കസ്റ്റമേഴ്സ്. കസ്റ്റമേഴ്സിന് അടുത്ത് എത്രത്തോളം റെസ്പോൺസിബിൾ ആയിരിക്കണം, വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടേമാണ്. അതായത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് റെസ്പോൺസിബിലിറ്റി കസ്റ്റമേഴ്സിനെ മെയിൻറ്റെയിൻ ചെയ്ത് പോകുക എന്നുള്ളതാണ്. അവർക്ക് കറക്റ്റ് ആയിട്ടുള്ള ക്വാളിറ്റി ഗുഡ്സ് ആൻഡ് സർവീസസ് റീസണബിൾ ആയിട്ടുള്ള പ്രൈസിൽ കൊടുക്കുക. അൺഫെയർ ആയിട്ടുള്ള ട്രേഡ് പ്രാക്ടീസസ് ഒന്നും ചെയ്യാതിരിക്കുക. ലൈക്ക് അഡൾട്രേഷൻ, ഹോർഡിംഗ്, ബ്ലാക്ക് മാർക്കറ്റിംഗ്, അണ്ടർ വെയിങ്, അതുപോലെ തന്നെ മിസ്ലീഡിങ് അഡ്വർടൈസിങ്, ഇത്തരത്തിലുള്ള ആക്ടിവിറ്റീസ് ഒന്നും ചെയ്യരുത്. അവർക്ക് പ്രോപ്പറായിട്ട് നല്ല ഗുഡ്സ് വേണം കൊടുക്കാനായിട്ട്. പിന്നെ അവർ ഏതെങ്കിലും സർവീസസ് കൊടുത്തു കഴിഞ്ഞാൽ അതിന് ആഫ്റ്റർ സെയിൽ സർവീസസ് പ്രോപ്പറായിട്ട് നൽകുക. ദെൻ ടു ഇൻഫോം ദം അബൌട്ട് ന്യൂ പ്രൊഡക്ട്സ്, ന്യൂ യൂസ് ഓഫ് എക്സിസ്റ്റിംഗ് പ്രൊഡക്ട്സ്, ഇതൊക്കെ കൊടുക്കുക. ദെൻ കസ്റ്റമേഴ്സിന്റെ എന്തെങ്കിലും കംപ്ലൈൻസും ഗ്രീവിയൻസസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് പ്രോപ്പർ ആയിട്ട് ഹാൻഡിൽ ചെയ്യുക എന്നുള്ളത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. ഫൈനലി റെസ്പോൺസിബിലിറ്റി ഓഫ് ബിസിനസ് ടുവേർഡ്സ് സൊസൈറ്റി. നമ്മൾ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ
റെസ്പോൺസിബിലിറ്റി ഫോർ ബിസിനസ് ടുവേർഡ്സ് സൊസൈറ്റി എന്ന് പറയുമ്പം എൻവയോൺമെന്റിനെ പൊല്യൂഷൻ ഫ്രീ ആയിട്ട് വെക്കുക, എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിന് പ്രോപ്പർ അസിസ്റ്റൻസ് കൊടുക്കുക, മോർ എംപ്ലോയ്മെന്റ് ജനറേറ്റ് ചെയ്യുക, വീക്കർ സെക്ഷനെ അപ്ലിഫ്റ്റ് ചെയ്യുക, അസോസിയേഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ എന്തെങ്കിലും രീതിയിൽ ആർട്സിനും സ്പോർട്സിനും ഫിനാൻഷ്യൽ ആയിട്ടുള്ള എയ്ഡ് കൊടുക്കുന്നതിനെ പ്രൊമോട്ട് ചെയ്യുക. സോ ഇത്രയും കാര്യങ്ങളാണ് റെസ്പോൺസിബിലിറ്റീസിന്റെ കേസിൽ നമുക്ക് നോക്കാനുള്ളത്.